യുഎസിൽ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിലെടുത്ത സിഖ് വയോധികയെ ഇന്ത്യയിലേക്ക് നാട് കടത്തിയിരിക്കുകയാണ്. പഞ്ചാബ് സ്വദേശിയായ ഹർജിത് കൗറിനെയാണ് ആഴ്ചകൾക്കകം ICU ഉദ്യോഗസ്ഥർ നാട് കടത്തിയത്. കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്താൻ പോലും അനുവദിക്കാതെയായിരുന്നു 73-കാരിക്കെതിരായ US നടപടി. സെപ്റ്റംബർ 8-ന് പതിവ് ചെക്ക് ഇൻ നടപടിക്രമങ്ങൾക്കായി സാൻ ഫ്രാൻസിസ്കോയിലെ ICU ഓഫീസിലെത്തിയ ഹർജിത് കൗറിനെ അറസ്റ്റ് ചെയ്ത് ഫ്രെഷ്നോ, ബേക്കേഴ്സ്ഫീൽഡ് എന്നിവിടങ്ങളിലെ തടങ്കൽ കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു. ഉയർന്ന രക്തസമ്മർദ്ദവും പ്രമേഹവുമുള്ള ഹർജിത് കൗറിന് മരുന്നുകൾ കൈമാറാൻ പോലും കുടുംബത്തെ അനുവദിച്ചിരുന്നില്ല. 2 ആഴ്ച തടങ്കൽ കേന്ദ്രത്തിൽ പാർപ്പിച്ച ശേഷം ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രി ഹർജിത് കൗറിനെ ബേക്കേഴ്സ്ഫീൽഡിൽ നിന്ന് ലോസ് ആഞ്ചലസിൽ എത്തിച്ചു. തുടർന്ന് ICU ഉദ്യോഗസ്ഥർ വയോധികയെ ചാർട്ടേഡ് വിമാനത്തിൽ ജോർജിയയിലും അർമേനിയയിലും എത്തിച്ച ശേഷം സെപ്റ്റംബർ 23-ന് ഡൽഹി വിമാനത്താവളത്തിൽ എത്തിക്കുകയായിരുന്നു. കാലിഫോർണിയയിൽ അനധികൃതമായി താമസിച്ചുവെന്ന് ആരോപിച്ചാണ് ഹർജിത് കൗറിനെതിരെ US നാടുകടത്തൽ നടപടി സ്വീകരിച്ചത്. ഭർത്താവിന്റെ മരണശേഷം പറക്കമുറ്റാത്ത 2 ആൺമക്കളുമായി 1991-ലാണ് ഹർജിത് കൗർ USലേക്ക് കുടിയേറിയത്. അക്കാലത്ത് പഞ്ചാബിൽ കലുഷിതമായ രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ നിന്ന് മക്കളെ രക്ഷപ്പെടുത്തുകയായിരുന്നു ഹർജിത് കൗറിന്റെ ലക്ഷ്യം. USൽ എത്തിയ ശേഷം ഇന്ത്യൻ സാരി സ്റ്റോറിൽ തയ്യൽക്കാരിയായി ജോലി ചെയ്തു. ഗുരുദ്വാരകളിലും കൗർ സേവനമനുഷ്ഠിച്ചു. ഇതിനിടെ USൽ അഭയം തേടാനുള്ള അപേക്ഷ സമർപ്പിച്ചെങ്കിലും തള്ളി. കുടുംബാംഗങ്ങളോട് യാത്ര പറയാനോ സാധന സാമഗ്രികൾ കൊണ്ടുപോകാനോ അനുവദിക്കാതെയാണ് US അധികൃതർ ഹർജിത് കൗറിനെ നാട് കടത്തിയതെന്ന് അഭിഭാഷകനായ ദീപക് അലുവാലിയ പറഞ്ഞു. ഹർജിത് കൗറിന്റെ നാടുകടത്തൽ മനുഷ്യത്വരഹിതമായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഹർജിത് കൗറിനെ കൊമേഴ്ഷ്യൽ വിമാനത്തിൽ കൊണ്ടുപോകണം, കുടുംബാംഗങ്ങൾക്ക് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകണം എന്നീ 2 ആവശ്യങ്ങൾ മാത്രമാണ് തങ്ങൾക്ക് ഉണ്ടായിരുന്നതെന്ന് അഭിഭാഷകൻ വ്യക്തമാക്കി. എന്നാൽ ICU ഉദ്യോഗസ്ഥർ അത് കേൾക്കാൻ പോലും തയ്യാറായില്ല. ഹർജിത് കൗറിന്റെ അഭയാർത്ഥി അപേക്ഷ തള്ളിയ ശേഷം 2005-ൽ പുറത്താക്കാനുള്ള ഉത്തരവ് ഇറക്കിയിരുന്നു. 2012-ൽ അന്തിമ അഭയാർത്ഥി അപേക്ഷ സമർപ്പിച്ചെങ്കിലും നിരസിച്ചു. തുടർന്നുള്ള 13 വർഷക്കാലം ഹർജിത് കൗർ വർക്ക് പെർമിറ്റുകൾ പുതുക്കുകയും ചെക്കിനുകൾ നടത്തുകയും ചെയ്ത് IC പ്രോട്ടോകോൾ പാലിച്ചുവെന്നും അഭിഭാഷകൻ കൂട്ടിച്ചേർത്തു. ഉയർന്ന രക്തസമ്മർദ്ദവും പ്രമേഹവുമുള്ള വയോധികയായ വിധവയെ ഈ വിധത്തിൽ ICU ഉദ്യോഗസ്ഥർ കൈകാര്യം ചെയ്തത് അസ്വീകാര്യമാണെന്ന് സിഖ് സംഘടനയായ ദി സിഖ് കോയലേഷൻ പ്രതികരിച്ചു. ഈ നാടുകടത്തൽ കേവലം ഒരു മുത്തശ്ശിക്കെതിരെയുള്ളതല്ല. പതിറ്റാണ്ടുകളായി അമേരിക്കയിൽ താമസിക്കുകയും ജോലി ചെയ്യുകയും അവരുടെ സമൂഹങ്ങളെ സേവിക്കുകയും ചെയ്ത കുടിയേറ്റ കുടുംബങ്ങൾക്ക് നേരെ ചുമത്തുന്ന വ്യവസ്ഥാപിതമായ ക്രൂരതയാണിതെന്നും ദി സിഖ് കോയലേഷൻ പറഞ്ഞു. ഹർജിത് കൗറിനെ അപ്രതീക്ഷിതമായി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കാലിഫോർണിയയിൽ പ്രതിഷേധം അരങ്ങേറിയിരുന്നു. ഹർജിത് കൗറിനെ വിട്ടയക്കണമെന്ന പ്ലക്കാർഡുകളുമായി 100 കണക്കിന് ആളുകൾ എൽസോബ്രാൻഡയിൽ നടന്ന റാലിയിൽ പങ്കെടുത്തു. ഹർജിത് കൗറിനെതിരായ നടപടി പുനഃപരിശോധിക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് അംഗം ജോൺ ഗാരമെറ്റി, കാലിഫോർണിയ സെനറ്റർ ജെസ്സി അറഗ്വിൻ, മറ്റ് പ്രാദേശിക നേതാക്കളും രംഗത്ത് എത്തിയിരുന്നു. ഈ വർഷം ജനുവരിയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയ ശേഷം ഏകദേശം 1703 ഇന്ത്യൻ പൗരന്മാരെ USൽ നിന്ന് നാട് കടത്തിയെന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്ക്. നാട് കടത്തപ്പെട്ടവരിൽ 90% പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ഗോവ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉള്ളവരാണ്. നാട് കടത്താനുള്ള ഇന്ത്യക്കാരെ വിലങ്ങണിയിച്ച് കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.